ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. സോ വി ആർ ലൈവ്. എൻ്റെ പേജ് ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം ഞാൻ ആരാണെന്നുള്ളത്. ഞാൻ അറിയാത്തവർക്ക് ഞാൻ സോണിയ. ഞാൻ കുറച്ച് പേർക്ക് അറിയായിരിക്കും, ഓട്ടോഗ്രാഫിലെ നാൻസിയാണ്, പണ്ടത്തെ ഫൈവ് ഫിംഗേഴ്സിലെ. ഇപ്പൊ ഞാൻ കാനഡയിൽ സെറ്റിൽഡ് ആണ്. ഞാനും 2 കുട്ടികളും ഹസ്ബൻഡും ആയിട്ട് ഒരു 2 years ആയി കാനഡയിൽ സെറ്റിൽഡ് ആണ്. ഇപ്പോൾ ഒരു മെന്ററും കൂടിയാണ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബിസിനസ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് വിത്ത് സ്പെഷ്യൽ ഗസ്റ്റ്. സ്പെഷ്യൽ എന്ന് പറയാൻ കാരണം ഞങ്ങൾ പരിചയപ്പെടുന്നത് സാധാരണ നമ്മൾ ഓൺലൈനിൽ കണ്ടിട്ട് എവിടെ നിന്നും കാണാറാണ് പതിവ്. ഇത് നേരെ തിരിച്ചാണ്, ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടാണ് ഇനി ഓൺലൈനിൽ വന്നിരിക്കുന്നത്. അത് ഈ ബിസിനസിന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്കൊരു ഗ്യാദർ ആൻഡ് ഗ്രോ ഉണ്ടായിരുന്നു കാൽഗറിയിൽ. അവിടുന്ന് വെച്ചിട്ടാണ് ആളെ പരിചയപ്പെടുന്നതും കാണുന്നതും ഒക്കെ. സോ എമി വിത്ത് മീ. എമി, താങ്ക് യു ഫോർ കമ്മിങ്. ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാവോ നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട്? ഉറപ്പായിട്ടും. ഇപ്പോൾ ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ് ഞങ്ങളെ എവിടെ നിന്നാണ് വാച്ച് ചെയ്യുന്ന എല്ലാവർക്കും. അപ്പം താങ്ക് യു സോണിയ, താങ്ക് യു ഫോർ ഹാവിങ് മീ ടുഡേ. അപ്പം എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഒരു അമ്മയാണ്, ഒരു ആറനാണ് ബൈ പ്രൊഫഷൻ. കാനഡയിൽ സെറ്റിൽഡ് ആയിട്ടൊരു 15 years ആയി. 14 years ആയിട്ട് ആറനായിട്ട് വർക്ക് ചെയ്യുന്നു. അതിൻ്റെ ഒപ്പം തന്നെ ഒരു ഡിജിറ്റൽ ബിസിനസ് റൺ ചെയ്യുന്നുണ്ട്. ഒരു ലാസ്റ്റ് 3+ years ആവുന്നു ഇപ്പോൾ. അപ്പോൾ അതാണ് എന്നെക്കുറിച്ച് പറയാനുള്ളത്. താങ്ക് യു എമി. സോ എല്ലാവർക്കും അറിയാം, ഇങ്ങനെ ഇടയ്ക്ക് വരാറുണ്ട് നമ്മുടെ ലൈവ് ഇന്റർവ്യൂവിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, എന്തായാലും പരിചയപ്പെട്ടിട്ടുണ്ട്. എന്താണ് എല്ലാവരുടെയും ജേർണി ഡിഫറെന്റ് ആണ്. എന്താണ് എമിക്ക് നമ്മളോട് പറയാനുള്ളത്, എങ്ങനെയാണ് എമിയുടെ ജേർണി എന്നൊക്കെ നോക്കാന്ന് വിചാരിച്ചിട്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, എങ്ങനെ പോകുന്നു എമി? ബിസിനസ് ഒക്കെ നന്നായി പോകുന്നു? അടിപൊളിയായിട്ട് പോകുന്നു ബൈ ഗോഡ്സ് ഗ്രേസ്. ഓക്കെ, നൈസ്. സോ എമി നേഴ്സാണ്. ആൻഡ് നമുക്കറിയാം കാനഡയിൽ നേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു നല്ലൊരു പ്രൊഫഷനാണ്, നന്നായിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഫഷനാണ്. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സൈഡ് ഹസിൽ നോക്കാൻ കാരണം, ഇല്ലെങ്കിൽ ഈ ഒരു ബിസിനസ്സിലേക്ക് വരാൻ കാരണം എന്താണ്? എല്ലാവരുടെയും ക്വസ്റ്റ്യൻ ആണ്, എല്ലാവരുടെയും ഡൗട്ടാണ് ഉറപ്പായിട്ടും. എന്നെ കണ്ടിരിക്കുന്ന എന്നോട് എൻ്റെ വീട്ടുകാർ തന്നെ ചോദിച്ച കാര്യമാണ് ഇതെല്ലാം. അപ്പോൾ നമ്മൾ ഒരു ബിസിനസ്സിലേക്ക് വരാൻ ഞാൻ കാരണം എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞു 14 വർഷമായിട്ട് ഇവിടെ നേഴ്സായിട്ടാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ സത്യമായിട്ടും നല്ല ഏർണിങ്സ് ഉണ്ടാക്കാം നമുക്ക്. നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ നമ്മുടെ കുറേ സ്വപ്നങ്ങളൊക്കെ ഇല്ലേ, ജോലി കിട്ടുക, നേഴ്സാവുക, ആരനാവുക, എല്ലാം നടന്നു. വീട്, കാറ്, പിള്ളേർ, ബ്ലസ് ലൈഫ്, അങ്ങനെ പോകത്തില്ലേ. പക്ഷെ എല്ലാം ഉണ്ട്. പക്ഷെ ഇല്ലാത്ത ഒന്ന് എന്താണെന്നറിയാവോ? സമയം എനിക്കില്ലായിരുന്നു. കാര്യം ജോലി നന്നായിട്ട് പോകുന്നു. അതേപോലെ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ജോലിക്ക് നമ്മൾക്ക് ജോലി സ്ട്രെസ്ഫുൾ ആണ്. ആദ്യത്തെ മോനായി, രണ്ടാമത്തെ മോനായി, അല്ലെങ്കിൽ മൂന്നാമത്തെ മോളായി. അപ്പൊ ഞങ്ങള് ശരിക്കും എല്ലാ പാരന്റ്സിനെയും പോലെ ഞങ്ങൾ എന്താ ചെയ്തോണ്ടിരുന്നതെന്ന് അറിയാവോ? ഞങ്ങള് അവരെ ഡേ കെയറിലൊന്നും കുഞ്ഞുങ്ങളെ, മോള് ഒരു 3 years ആയി പോയിട്ടായിരുന്നു. പക്ഷെ പിള്ളേരാരും ഡേ കെയറിലൊന്നും പോയില്ലായിരുന്നു. അപ്പം ഞാനൊരു ദിവസം വർക്ക് ചെയ്യും, എനിക്ക് ഓഫുള്ള ദിവസം എൻ്റെ കെട്ടിയൻ വർക്ക് ചെയ്യും. ഇപ്പൊ സൺഡേസ് അങ്ങനെയാണ്. എല്ലാ ലൈഫിൽ ഞങ്ങളുടെ ലൈഫ് ഇത് തന്നെയായിരുന്നു ഒത്തിരി കാലം. അപ്പൊ ഞങ്ങൾക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമാണ്. എന്നാൽ ഞങ്ങൾ സമ്മറിലൊക്കെ യാത്ര പോകും, പിള്ളേരുമായിട്ടൊക്കെ എല്ലാ കാര്യങ്ങളും ചെയ്യും. പക്ഷെ ലൈഫ് ഭയങ്കര ഹറിബറിയായിരുന്നു. കാര്യം ഞങ്ങളുടെക്കായിട്ടൊരു സമയമില്ല, ഒരുമിച്ച് പാരന്റ്സിന് പിള്ളേർക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. പക്ഷെ അപ്പോഴും എല്ലാ ആൾക്കാരെയും പോലെ ഞാനും വിചാരിച്ചു ഇതാണ് ഇവിടെ നല്ല ലൈഫ്. ശരിക്കും പറഞ്ഞാൽ രണ്ടുപേരും ജോലി ചെയ്യണം, അല്ലാണ്ട് പറ്റത്തില്ലല്ലോ, എല്ലാരും പോലെ. അത് കഴിഞ്ഞ് ഈ മോളുണ്ടായ പാൻഡമിക് ടൈം കേട്ടോ. പാൻഡമിക് ടൈമിൽ ഞാൻ മോളുണ്ടായി. ആ സമയത്തും ഗ്രേറ്റ് ഒരു വർഷം ഇപ്പൊ മെറ്റേണിറ്റി ലീവ് പോകുന്നു, അത് കഴിഞ്ഞ് ജോലിക്ക് പോകുന്നു. അപ്പൊ പാൻഡമിക് നല്ല തകർത്ത് നിൽക്കുന്ന സമയമാണ്. പോയി ജോലി കയറി 6ാമത്തെ മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് ഫസ്റ്റ് ടൈം കോവിഡ് വരുന്നു. ഞാൻ വീട്ടിൽ ഇരിക്കുന്നു. അതിന്റെ ഇടയ്ക്ക് മോളുടെ ബർത്ത്ഡേ വന്നു, സെക്കൻഡ് ബർത്ത്ഡേ. അപ്പൊ കുഞ്ഞിന്റെ ബർത്ത്ഡേയുടെ കാര്യമൊന്നും അറിയത്തില്ല. പക്ഷേ ആ ദിവസം എന്നെ ജോലിയിൽ അവര് മാൻഡേറ്റ് ചെയ്തു. ഇവിടെ എന്ന് വെച്ചാൽ ജോലിയിൽ നമ്മളെ ഫോഴ്സ് ചെയ്ത് നിർത്താം. നഴ്സുമാരില്ലെങ്കിൽ നമുക്ക് ഫോഴ്സ് അവര് നമ്മുടെ 8 hours ഷിഫ്റ്റ് അല്ലെ 12 hours ഷിഫ്റ്റിന് പോയാൽ അവർക്ക് നമ്മളെ പേഷ്യൻസിന് നോക്കാൻ ആൾക്കാരില്ലെങ്കിൽ നമ്മളെ കമ്പൽ ചെയ്ത് നിർത്താം അപ് ടു 16 hours. അപ്പൊ എന്റെ മോളുടെ സെക്കൻഡ് ബർത്ത്ഡേക്ക് എനിക്ക് അവളെ കാണാൻ പറ്റിയില്ല. അപ്പോ എന്റെ ഹസ്ബൻഡ് എനിക്ക് ഫോട്ടോ അയച്ചു തരുന്നു, ബലൂൺ പിടിച്ചോണ്ട് കൊച്ചു നിൽക്കുന്നു. പക്ഷെ അവക്കറിയത്തില്ല, കുഞ്ഞിനറിയില്ല. പക്ഷെ ആ ഒരു ദിവസം ഞാൻ ഇത്രയും ഏൺ ചെയ്ത്, ഇത്രയും നഴ്സിംഗിൽ ഒരു വലിയ സെറ്റിലായി ഫാമിലി ഉണ്ട്. പക്ഷെ എന്റെ മൈൻഡിൽ ദാറ്റ് വാസ് എ നെവർ അഗെയിൻ എന്ന് വെച്ചാൽ ഇനി എനിക്ക് ഇങ്ങനെ എന്റെ കൊച്ചുങ്ങളുടെ ബർത്ത്ഡേ മിസ്സാക്കാൻ പറ്റത്തില്ല. പക്ഷെ അപ്പോഴും അറിയില്ല കേട്ടോ ഇങ്ങനെ ഒരു ബിസിനസ്സിലേക്ക് ഞാൻ വരുമെന്നോ. എന്നിട്ട് സെയിം സ്റ്റോറി എല്ലാ നഴ്സുമാരെയും പോലെ ഞാൻ ഓവർ ടൈം ചെയ്യുന്നു, ഇങ്ങനെ പോയി. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഇയർ അഗെയിൻ
അപ്പൊ ഇത് 3 വർഷം മുന്നുള്ള കാര്യമാണ്. അപ്പൊ രണ്ട് വർഷം കഴിഞ്ഞു. ജാനുവരിയിൽ ഒരു ദിവസം ഞാനിങ്ങനെ ആ, ശരിക്കും ന്യൂ ഇയർ ഡേയിൽ എനിക്ക് ഇതേപോലെ ഹോസ്പിറ്റലിൽ നിന്ന് എപ്പോഴും ഞാൻ സിക്കാവും. പാൻഡമിക് ടൈമിൽ കോവിഡ് വരും. അപ്പോൾ 2 ആഴ്ച ഐസൊലേഷൻ ചെയ്ത് വീട്ടിലിരിക്കണം. അപ്പൊ ന്യൂ ഇയർ ഡേയിൽ ഞാനിങ്ങനെ വീട്ടിലിരിക്കുക. കഴിഞ്ഞ എന്റെ ന്യൂ ഇയർ കഴിഞ്ഞ് 3 days കഴിഞ്ഞ് എന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ ഞാനിങ്ങനെ വീട്ടില് പിള്ളേർക്കൊന്നും അസുഖം വരുത്തണ്ട. അപ്പോൾ ഒരു ഡിഫറെന്റ് സിറ്റുവേഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ. നമ്മൾക്ക് അവർക്ക് അസുഖം കൊടുക്കാൻ പാടില്ല, പക്ഷെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇങ്ങനെയോ ഇങ്ങനത്തെ ഒരു സോഷ്യൽ മീഡിയ നിങ്ങളെല്ലാവരും ഞങ്ങളിങ്ങനെ ലൈവ് കാണുന്ന പോലെയോ ഇതേപോലെ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് കണ്ട്. അപ്പൊ മേ ബി ആ ഒരു സിറ്റുവേഷനിൽ കൂടെ എന്റെ ഇത് കൊണ്ടായിരിക്കും ഞാൻ ഇങ്ങനെ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് മുന്നേക്ക് കൂടുതൽ പോയി നോക്കിയത്. കാര്യം എനിക്ക് ഇതിനെ കുറിച്ച് പണ്ടേ അറിയാമായിരുന്നു, ആൾക്കാർ ചെയ്യുന്നത് കണ്ടുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് വേണ്ട, ഞാൻ എന്തിനാണ്, നമ്മൾക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ, ഓവർ ടൈം ഉണ്ട്, അത്യാവശ്യക്കുള്ള ജോലിയുണ്ട്, ഇതിന്റെ കൂട്ടത്തിൽ എന്താണ്. പക്ഷെ എന്റെ ജീവിതത്തിൽ കൂടെ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടെ ഞാൻ വന്ന ആ ഒരു ഇതിൽ വന്നപ്പോഴത്തേനാണ് എന്തൊക്കെ ഏൺ ചെയ്താലും നമ്മൾക്ക് നമ്മളുടെ സമയമില്ലെങ്കിൽ, നമ്മൾക്ക് നമ്മുടെ വേണ്ടപ്പെട്ട നമ്മുടെ പിള്ളേർക്ക്, നമ്മുടെ ഫാമിലിക്ക്, അല്ലെ നമ്മുടെ പാരന്റ്സിന്, അവർക്ക് നമ്മളെ വേണ്ടപ്പോഴ് നമുക്ക് ആ സമയം കൊടുക്കാനില്ലെന്നില്ല ഒരു ലൈഫിൽ ഒരു അച്ചീവ് ചെയ്തു എന്ന് പറയാൻ പറ്റത്തില്ലെന്നുള്ള തോട്ട് വന്നപ്പോഴത്തേനും എത്ര സ്കെയർഡായിട്ട് എല്ലാവരും പോലെ സ്കെയർഫുൾ ആയിട്ട് ഞാൻ ആ ഒരു ഇമെയിൽ കൊടുത്തിട്ട് ഇത് കണ്ടു ആ ബിസിനസ്സിലേക്ക് വന്നു. ഹസ്ബൻഡ് സപ്പോർട്ടീവ് ആണ് താങ്ക്ഫുള്ളി. നമ്മൾ ഹസ്ബൻഡിനെ കൊണ്ട് കാണിക്കും, പക്ഷെ പുള്ളി സോഷ്യൽ മീഡിയയിലൊന്നും വരത്തില്ല. ഓക്കെ, ദിസ് ഇസ് യുവേഴ്സ് കൊണ്ടിരിക്കുള്ളൂ. എന്റെ ബിഹൈൻഡ് ദ സീൻ സപ്പോർട്ട് എന്റെ ഹസ്ബൻഡ് ആണ്, എന്റെ ഫാമിലിയാണ്. എല്ലാവരെയും പോലെ ഞാൻ എന്റെ പപ്പാനെ മമ്മീനെയൊക്കെ വിളിച്ച് അവർക്ക് ബിസിനസ് ഫുൾ ആസ്പെക്ട് എന്തെങ്കിലും അറിയത്തില്ലെങ്കിൽ ഒരു സപ്പോർട്ടീവ് ഫാമിലി ഒരു ബ്ലെസ്സിങ് ആണെന്ന് പറയത്തില്ലേ, അങ്ങനെയാണ് ഞാൻ ഈ ഇതിലേക്ക് വരുന്നത്. സോ ഹാപ്പി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നു. ഏറ്റവും വലിയ എന്റെ നേട്ടം എന്ന് ഞാൻ പറയുകയാണെന്നെങ്കിൽ, ഞാൻ ഹസ്ബൻഡ് ഓപ്പോസിറ്റ് വർക്ക് ചെയ്തിട്ടിരുന്ന ആൾക്കാര് ഞങ്ങളുടെ സൺഡേസ് തിരിച്ചു കിട്ടി. പിന്നെ വീക്കിലി ഞങ്ങൾ ഒരു ദിവസം ചുമ്മാ ഓഫ് എടുക്കും, കാര്യം ഒരുമിച്ച് ചുമ്മാ കറങ്ങി നടക്കാം പിള്ളേരെയൊക്കെ സ്കൂളിൽ വിട്ടിട്ട്. അതൊക്കെ എന്റെ സിമ്പിൾ ഏർണിങ്സ് ആണ് ഈ ബിസിനസ്സിൽ നിന്നുള്ള കാര്യങ്ങൾ. അപ്പം എന്നെ റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും ആർക്കെങ്കിലും നഴ്സുമാരായിട്ട് ജോലി ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ. അതെ, അതാണ് എന്റെ അതുകൊണ്ടാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നത്. എന്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഇച്ചിരി സമയം വേണമായിരുന്നു. പിന്നെ എല്ലാവരും പോലെ അറിയാമല്ലോ, നമ്മളൊരു ഇമിഗ്രന്റ് കൺട്രിയിൽ വന്ന് കുറെ കാലം കഴിഞ്ഞ് നമ്മൾ പെൻഷനൊക്കെ ആകുമ്പോഴത്തേനും ശരിക്കും പറഞ്ഞാൽ ആ എമൗണ്ട് ഒന്നും കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. സത്യമാണ്. ഇന്ന് എല്ലാവരും ഓരോ ആൾക്കാരും എന്താ നമ്മളോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ പറയുന്നുണ്ടല്ലോ ലൈക്ക് ഇവിടെ വന്നിട്ടാകുമ്പോ കഷ്ടപ്പാടാണ്, ഇതിന് ആവശ്യമില്ല. ഞാൻ പറഞ്ഞ ആവശ്യമില്ലാത്തവർക്ക് ഇത് ആവശ്യമില്ല, പക്ഷെ നമ്മൾക്ക് കുറെ ആഗ്രഹങ്ങൾ ഉണ്ടാവും. നമ്മൾ ഈ ടൈം എന്ന് പറയുന്നത് ഇപ്പൊ ഉള്ള ടൈം ഇനി തിരിച്ചു കിട്ടാൻ പോകുന്നില്ല, ഇപ്പൊ ഉള്ളത് ഇപ്പൊ മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ടൈമില് ഞങ്ങൾക്കും അതെ, എനിക്കും അതെ, എന്താ കുട്ടികളുടെ കൂടെ, ആ കുട്ടികൾ കുറച്ച് കഴിയുമ്പോൾ വലുതാവും, നമ്മൾ ഈ പൈസ ഉണ്ടാക്കി ഇല്ലെങ്കിൽ ഇതിന്റെ ഓട്ടത്തിന്റെ ഇടയിൽ അവരുടെ ചൈൽഡ്ഹുഡ് നമ്മൾ മിസ്സാക്കുന്നു. ഈ പറഞ്ഞ മാതിരി ബർത്ത്ഡേ മിസ്സാക്കുന്നു. ആ ബർത്ത്ഡേ ഒരു പ്രാവശ്യമേ വരുള്ളൂ അല്ലെ, പിന്നെ ഓരോ പ്രാവശ്യവും ഡിഫറെന്റ് ആണ്. അപ്പോൾ നമുക്ക് ഇപ്പൊ കൊടുക്കാൻ പറ്റുന്ന മെയിൻ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ടൈമാണ്, ഫാമിലിയുടെ കൂടെ ആണെങ്കിലും കുട്ടികളുടെ കൂടെ ആണെങ്കിലും. സോ ഞാനാണെങ്കിലും അതേ ഒരു അവസ്ഥയിലെ കൂടെയാണ് വന്നത്. ലൈക്ക് എനിക്ക് നാട്ടിൽ ഇപ്പൊ വന്നിട്ട് 2-2.5 കൊല്ലം ആയിട്ടുള്ളൂ കാനഡയില്. ഞാൻ ഇത് ബിസിനസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പം 1 കൊല്ലം ഇല്ലെങ്കിൽ 1.5 കൊല്ലം ആയിട്ടുള്ളൂ. വന്ന ഉടനെ സ്റ്റാർട്ട് ചെയ്തതാണ്. അത് ഞാൻ നാട്ടിൽ അത്രയും കംഫർട്ടബിൾ ആയിട്ട് ഒരു ലൈഫായിരുന്നു. ഇവിടെ വന്നപ്പോഴേ എല്ലാം കൂടെ എങ്ങനെ കൊണ്ടുപോകും, കുട്ടികളെ നോക്കണം, ഹസ്ബൻഡ് 15 days വർക്കിംഗ് ആണ് എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് നമുക്ക് മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പം നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടെത്തിച്ചു തരുന്നതാണ് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി. ഓക്കെ, നിനക്ക് ഇതിന്റെ ആവശ്യമുണ്ടോ, ഇത് എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്ന പോലെയാണ്. അപ്പൊ ഈ പറഞ്ഞ മാതിരി കൂടുതൽ ടൈം കിട്ടാനും ഫ്ലെക്സിബിൾ ആണ്. സോ അതൊക്കെ കൂടിയിട്ടാണ് എന്റെ ലൈഫിലും നന്നായിട്ട് റെസനേറ്റ് ചെയ്യാൻ പറ്റും എമിയുടെ ഇതുമായിട്ട്. സോ ഓഫ്കോഴ്സ് അതൊരു വലിയൊരു ബൈ തന്നെയാണ്. നമുക്കൊരു ടൈം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലേ. സോ എനിക്ക് ഇതിൽ വന്നേ പിന്നെ എന്താണ് ഡിഫറൻസ് ഉള്ളത്, മുമ്പ് ഉണ്ടായിരുന്ന ലൈഫും ഇതും കുറച്ചൊക്കെ പറഞ്ഞുവെങ്കിലും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ഡിഫറൻസ്, എന്താണ് തോന്നിയിട്ടുള്ളത് മറ്റേ ലൈഫും ഈ ലൈഫും ഇത് വന്നപ്പോഴുള്ള ഒരു ഡിഫറൻസ്? എന്റെ ഞാൻ പറയല്ലേ, ഞാൻ എല്ലായ്പ്പോഴും ചിരിച്ചോണ്ട് നടക്കുന്ന ഒരാളാട്ടോ. എന്റെ സ്മൈല് കുറച്ചുകൂടെ ബ്രൈറ്റർ ആയെന്ന് വേണേ പറയാം. അത് പണ്ട് നമ്മൾ ഫേക്ക് സ്മൈൽ എന്ന് പറയത്തില്ല, വൈകിട്ട് ജോലിയൊക്കെ കഴിഞ്ഞു വന്ന് അയ്യോ ക്ഷീണാണ്, പക്ഷെ ദർ ഈസ് ഓൾവേസ് എ പോസിറ്റിവിറ്റി അപ്പോഴും ഇപ്പോഴും. പക്ഷെ പിള്ളേരോട് നമുക്കൊന്ന് ഇരുന്ന് സംസാരിക്കാനോ ഇരുന്ന് അവരെ ഹഗ് ചെയ്യാനോ, അത് ചില ദിവസം നമുക്കൊന്ന് വന്ന് കിടന്നാ മതി എന്ന് പറഞ്ഞാ വന്നെ ആ ഒരു ഇതിലേക്ക് വന്ന്. പിന്നെ ഞാൻ ഈ ഒരു ബിസിനസ് കമ്മ്യൂണിറ്റിയിലേക്ക് ഞാൻ വന്നിട്ട് എന്റെ ചേഞ്ചസ് എന്ന് വെച്ചാൽ, ഞാൻ എപ്പോഴും
ഇപ്പൊ നമ്മുടെ ലൈഫിൽ ലീഡർഷിപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം മുന്നോട്ട് ചെയ്യാനായിട്ട് ഞാൻ എപ്പോഴും പുറകിലേക്ക് മാറി നിൽക്കുന്ന ഒരാളാണ്. സ്കിൽ ഉണ്ട്, അല്ലെങ്കിൽ എന്നാലും ഇതിന്റെ മേ ബി ഐ എം നോട്ട് കേപ്പബിൾ എന്നും Yes, പറഞ്ഞിട്ട് നമ്മൾ മാറി നിൽക്കുന്ന ഒരാള്. yes. now ഞാൻ എക്സൈറ്റഡ് ആണ് ഇപ്പൊ ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് വന്ന ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അവർക്ക് ഗൈഡ് ചെയ്യാനായിട്ട്, അവർക്ക് ഓരോ സ്റ്റെപ്സ് പറഞ്ഞു കൊടുക്കാനായിട്ട്. പിന്നെ അതിലുപരി എന്ന് വെച്ചാല് ഞാന് അൺഓർഗനൈസ്ഡ് ആണെന്ന് വേണമെങ്കിൽ പറയാൻ പണ്ട്. ജോലി ഓക്കെ, വീട്ടിൽ വരുന്നു, അത്രേ ഉള്ളൂ. നമ്മൾക്കായിട്ടൊരു വിഷനോ നമ്മൾക്കായിട്ടൊരു ഗോളോ ഫ്യൂച്ചറിലേക്ക് അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും ചെയ്യാത്ത ഒരാളായിരുന്നു. കാര്യം നമുക്കുണ്ട്, ഓക്കെ ജോലി കിട്ടി, ഓക്കെ ഇതായിരുന്നു നമ്മുടെ ഡ്രീം. നാട്ടിൽ വെച്ചിട്ട് കുഞ്ഞായിരുന്നപ്പോഴത്തേനും ജോലി ആകുക, ആകുക, കാനഡയിൽ സെറ്റിൽ ആകുക നടന്നു. ഇനി മുന്നേക്ക് എന്ത്, ഈ ഒരു ലൈഫ് സ്റ്റഡി ലൈഫിൽ പോയിക്കൊണ്ടിരുന്ന ഞാൻ ഇപ്പൊ എനിക്ക് എന്താ പറയാ, ഈ മേ ബി നെക്സ്റ്റ് ഇയറിൽ ഇത് അച്ചീവ് ചെയ്യണം, അല്ലെങ്കിൽ ഈ ഗോൾസ് ഉണ്ട്. അപ്പൊ ഇത് അവിടെ ഇവിടെയൊക്കെ ഞാൻ ഇങ്ങനെ കാണിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ എന്റെ കുഞ്ഞുങ്ങൾ കാണുന്ന ഇതാണ്, അമ്മ അപ്പ നമ്മൾ സ്റ്റിൽ ട്രൈങ്, ഗ്രോയിങ് ആണ്. ആ ഒരു മെന്റാലിറ്റിയിലേക്ക് വരാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ ബിസിനസ്സിലേക്ക് വന്നിട്ട്. അത് ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിട്ടൊന്നും വന്നതല്ല. നമ്മൾ വിചാരിക്കണേ ഓക്കെ ഒരു ഇച്ചിരി പൈസ കിട്ടണം, അഡീഷണൽ ആയിട്ട് ഇൻകം കിട്ടണം, സമയം കിട്ടണം, അല്ലാണ്ട് ഈ കാര്യങ്ങള് നമ്മൾ അറിയാണ്ട് തന്നെ കിട്ടിയിട്ടുള്ള ഒത്തിരി ബ്ലെസ്സിങ്സ് ആണ്. അതേപോലെ ഒത്തിരി സപ്പോർട്ട്, ഒത്തിരി കണക്ഷൻസ് എന്ന് പറയുമ്പോൾ എന്നെ പേഴ്സണൽ അറിയുന്ന എല്ലാവർക്കും അറിയാം, ഞാൻ ആരോടും അങ്ങോട്ടും എങ്ങും ഉണ്ടാത്ത ആൾക്കാരാണ്. ഈവൻ നൗ ഞാൻ എന്റെ ഷെല്ലിൽ ഇങ്ങനെ ഒതുങ്ങിക്കൂടിയിരിക്കുന്ന ഒരാളാണ്. അപ്പോ അത് നമ്മൾക്ക് കുറെ പോസിറ്റീവ് ആയിട്ടുള്ള കുറെ കണക്ഷൻസ്, അങ്ങനെ നമ്മൾക്ക് ഗ്രോ ചെയ്യാനുള്ള ആഗ്രഹമുള്ള ആൾക്കാരുമായിട്ടുള്ള കണക്ഷൻസ്, അത് ഡിഫറെന്റ് ആണ്. ആ ഒരു ഫീൽ, അതൊക്കെയാണ് എന്റെ ലിറ്റിൽ കുഞ്ഞു ഏർണിങ്സ് പേ ചെക്കിന്റെ ഒപ്പം തന്നെ. അതാണ് പറയാനുള്ള സോണിയ. അതെ 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 അതെ, എനിക്കും കുറെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ എനിക്ക് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാനുള്ള ഒരു കഴിവുണ്ടെന്നോ, അല്ലെങ്കിൽ ഒരു മെന്റർ ആവാന്നൊക്കെ പറയുന്നത് ഞാൻ വലിയ വലിയ വേർഡ് ആയിട്ടാണ് കണ്ടിരിക്കുന്നത്. സോ അതിനൊക്കെ ഉള്ളൊരു സ്കില്ല് ഉണ്ടെന്ന് നമ്മൾ അറിയാതെ പറഞ്ഞു തരുന്ന ഒരു ബിസിനസ് ആണ്. ഓക്കെ, ഓഫ് കോഴ്സ് ഫൈനാൻഷ്യലി നമുക്ക് ഇൻഡിപെൻഡന്റ് ആവാം, നമുക്ക് കുറെ ഫ്ലെക്സിബിലിറ്റി കിട്ടുന്നുണ്ട്. പക്ഷെ അതിന്റെ കൂടെ ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ അറിയാതെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. സോ എമി ഈ പറഞ്ഞ മാതിരി നേഴ്സാണ്, 3 കുട്ടികളുടെ അമ്മയാണ്. അപ്പൊ വീട്ടിലെ കാര്യങ്ങളും പ്രൊഫഷനും അതിന്റെ ഒക്കെ കൂടെ ഈ ഒരു ബിസിനസ്സും കൂടെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്. സോ എല്ലാവരും ചോദിക്കുന്ന കാര്യം, എനിക്ക് സമയമില്ല, ഞാൻ എങ്ങനെയാണ് ഇത് ചെയ്യുക, എനിക്ക് അതിനുള്ള ടൈം ഇല്ല, ഈവൻ ആ 20 മിനിറ്റ്സിന്റെ വീഡിയോ കാണാൻ പോലും ആളുകൾക്ക് ടൈം ഇല്ല. സോ അങ്ങനെയുള്ള ഒരു സമയത്ത് എങ്ങനെയാണ് ഇത്രയും ബിസി ആയിട്ടിരിക്കുന്ന എമി ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ശരിക്കും നമ്മൾ ഈ ബിസിനസ്സിലേക്ക് വരുമ്പോഴത്തേനും ഒത്തിരി ഫ്ലെക്സിബിൾ ആണെന്ന് സോണിയ പറഞ്ഞു. അതെ, ഒത്തിരി ഫ്ലെക്സിബിൾ ആണ്. നമ്മളുടെ ഇഷ്ടത്തിനുള്ള സമയം അനുസരിച്ച് നമുക്ക് ബിസിനസ് ബിൽഡപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ ശരിക്കും നമ്മൾക്ക് സമയമില്ല എന്ന് പറയുന്ന എല്ലാവരും നമ്മുടെ ഒരു ഫോണിലെ സ്ക്രീൻ ടൈം എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു മിനിമം 5 മണിക്കൂറെങ്കിലും നമ്മൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്നുണ്ട്. അതേപോലെ ഞാൻ എൻ്റെ ബ്രേക്ക് ടൈമിലൊക്കെ ജോലിക്ക് ഒരു 3-4 ബ്രേക്സ് ഉണ്ട്. ഇപ്പൊ ½ അല്ല ഇങ്ങനെ സമയം ഞാൻ പണ്ട് വെറുതെ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കും, അത്രേ ഉള്ളൂ. എന്നാ സോഷ്യൽ മീഡിയ പേഴ്സണേ അല്ല ഞാൻ, പക്ഷെ വെറുതെ ഇങ്ങനെ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്തോണ്ടിരിക്കും. അപ്പൊ അതിൽ ഞാൻ ഇനിഷ്യലി വന്നപ്പോഴത്തേനും എന്റെ ഒരു ഇതായിരുന്നു, ഞാൻ അഡീഷണൽ ആയിട്ട് ഒരു റെസ്പോൺസിബിലിറ്റി, ഓഫ് കോഴ്സ് അതാണ് ഞാൻ എന്റെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ അത് എന്റെ ഫാമിലിനെ അഫക്ട് ചെയ്യാൻ പാടില്ല. ഇപ്പൊ ഏറ്റവും എന്ന് വെച്ചാൽ നമ്മൾക്ക് നമ്മുടെ ഈ ഫോണിൽ നിന്ന് നമുക്ക് ഈ ട്രെയിനിങ്സ്, നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇപ്പൊ ഒരു ദിവസത്തിൽ ഒരു 1 മണിക്കൂർ ഞാൻ മാറ്റി വെക്കുമായിരുന്നു ഫോണിൽ നിന്ന്. അപ്പോൾ ഞാൻ വർക്കിലിരിക്കുന്ന സമയം അല്ലെ യാത്ര പോകുന്ന സമയം ഞാൻ ഇത് ട്രെയിനിങ്സ് കൊണ്ടു കൊടുക്കും. അപ്പൊ പിന്നെ നമ്മളുടെ ഓഫ് കോഴ്സ് നമ്മളൊരു പുതിയ കാര്യം ലേൺ ചെയ്യുമ്പോൾ സമയം എടുക്കും. അപ്പൊ ആ സമയം നമ്മളുടെ പോലെ കൊണ്ടു നടക്കണം. അപ്പോൾ ഞാൻ പിന്നെ എന്റെ കുഞ്ഞുങ്ങളൊക്കെ ഇപ്പോഴും എന്നെ ഇടയ്ക്ക് കാണുമായിരിക്കും, അവര് ഇടയ്ക്ക് കമ്പ്യൂട്ടറൊക്കെ ആയിട്ട് വിട്ടിരിക്കുന്നത്. അപ്പൊ അവര് സോ പ്രൗഡ് ഓഫ് മീ ആണ്, ഞാൻ ഇങ്ങനെ പകലിരിക്കുന്നുണ്ടല്ലോ എന്ന്. പണ്ട് രാത്രി അവർ ഉറങ്ങി കഴിയുമ്പോൾ ചിലപ്പോൾ ഞാൻ അഡീഷണൽ ആയിട്ട് കുറച്ച് 1/2 മണിക്കൂർ ഇരുന്ന് എന്റെ കാര്യം ചെയ്യും ഇങ്ങനെ. അപ്പം അത് ശരിക്കും നിങ്ങൾ എല്ലാവരും ബിസിയാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അതൊരു അഡീഷണൽ ആയിട്ടുള്ള സമയം തന്നെയാണ് കൊടുക്കേണ്ടത്. പക്ഷെ നമ്മൾ ലേൺ ചെയ്യും എങ്ങനെ നമ്മൾ വെറുതെ അനാവശ്യമായിട്ട് കളഞ്ഞുകൊണ്ടിരുന്ന സമയം നമ്മൾക്ക് എങ്ങനെ യൂസ്ഫുൾ ആയിട്ട് നമ്മൾക്കൊരു ഏർണിങ്സ് ഉണ്ടാക്കുന്ന വിധത്തില്, അത് ഒത്തിരി ടിപ്സ് ആൻഡ് ഇതൊക്കെ ഈ ബിസിനസ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഞാനിപ്പോ ഈ ഒരു സമയം ഞാൻ ഇങ്ങനെ മാറ്റി വെക്കുവാണ്, ഇത് ചെയ്യും. ആ ഒരു മൈൻഡ് നമ്മൾക്ക് എത്തിക്കഴിയുമ്പോൾ തന്നെ നമ്മൾ ഈ ബിസിയാണ്, നമ്മൾക്ക് ഇത് സമയം ഇല്ല എന്നുള്ള കാര്യം പതിയെ നമ്മൾ മറന്നുപോകും ആക്ച്വലി.
അതെ. അപ്പോൾ നിങ്ങളത് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ആ നിങ്ങൾ ബിസിയാന്ന് ആലോചിച്ചിട്ടിരിക്കുന്ന ആ ഒരു 10 മിനിറ്റ് ഇല്ലേ, ആ സമയം മതി നമ്മുടെ ഇൻഷുള്ള ഇൻഫോർമേഷൻ സെഷൻ കാണാനായിട്ട്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് വന്ന് നോക്കാം. എല്ലാവരും ഒത്തിരി സർപ്രൈസ്ഡ് ആയി പോകും. ബിസിനസ്സിലുള്ള എല്ലാ ആൾക്കാരും ഒരു 2-3 പിള്ളേരുള്ള അമ്മമാരൊക്കെ, അല്ലെങ്കിൽ പാരന്റ്സ് ആണ്, അല്ലെങ്കിൽ കുറേ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ്. 3-4 ജോലിയൊക്കെ ചെയ്തിട്ട് അവർ അതിൽ നിന്ന് ഒരു ജോലിയിലേക്ക് മാറ്റുന്ന ആൾക്കാർ. അങ്ങനെ ഉള്ള ആൾക്കാരെയൊക്കെ നിങ്ങൾ കാണാം. അവരുടെ ടിപ്സ് ആൻഡ് ഗൈഡൻസ് കിട്ടും. അപ്പോൾ ബിസിനസ് മാത്രമല്ല മുന്നോട്ട് പോകുന്നത്, നമ്മുടെ ലൈഫും കൂടെ ഇച്ചിരി കൂടെ ഓർഗനൈസ്ഡ് ആകും. അപ്പൊ അതാണ് ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് പക്ഷേ നമുക്ക് ഇഷ്ടമുള്ള കാര്യമൊന്നും നമ്മൾ മാറ്റി വെക്കുന്നില്ല. നമ്മള് കുറച്ചും കൂടെ ടൈം ഓർഗനൈസ് ചെയ്യാൻ മാത്രമേ പഠിക്കുന്നുള്ളൂ. കാര്യം നമുക്ക് എപ്പോഴും ഞാൻ പറയുന്നു, ജോലിയിരുന്ന് ഞാൻ സ്ക്രോൾ ചെയ്യുന്ന സമയമാണ് ഞാൻ ട്രെയിനിങ്ങിന് എടുത്തു എന്ന് വെച്ചാല്, എന്നാൽ ഞാൻ സ്റ്റില് യൂട്യൂബ് വീഡിയോസ് കാണും, മൂവീസ് കാണും, ഒക്കെ ചെയ്യും. എന്റെ ഫേസ്ബുക്ക് ആ ടൈം. പക്ഷെ അല്ലാണ്ടുള്ള അതിൽ നിന്നുള്ള ഒരു അരമണിക്കൂർ നമ്മൾ മാറ്റി എടുക്കാൻ, പർപ്പസ്ഫുള്ളി മാറ്റി വെക്കാനായിട്ട്. അതെ, അത് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്ന പോലെ ഇരിക്കും. അതെ, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അല്ല ശരിക്കും പറഞ്ഞാല്. നമുക്കിപ്പോ ഒരു എന്താ ഇപ്പൊ ചിലപ്പം ഡ്രൈവ് ചെയ്യുമ്പോഴായിരിക്കും എന്തെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ കാണുക, ഇല്ലെങ്കിൽ അതൊരു 10 മിനിറ്റ്സ്, ഒരു ദിവസം ഒരു 10 ഓക്കെ പോട്ടെ, ഒരു 30 മിനിറ്റ്സ് എടുക്കാനില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല എന്നാണ് അതിന്റെ അർത്ഥം. ലൈക്ക് അതിന് പ്രയോറിറ്റൈസ് ചെയ്യുന്നില്ല. നമ്മൾ എങ്ങനെയാണെങ്കിലും നമുക്ക് ആവശ്യമുള്ള കാര്യമാണെങ്കിൽ ആ 10 to 30 മിനിറ്റ്സ് നമുക്കത് മാറ്റി വെക്കാൻ പറ്റും അല്ലെ. അത് എപ്പോഴാണെങ്കിലും പറ്റും. അത് സമയമില്ല എന്ന് പറയുന്നവരോടും എനിക്ക് പറയാനുള്ളത് ലൈക്ക് നിങ്ങൾക്ക് അതിനോട് താല്പര്യം ഇല്ല എന്നുള്ളതാണ്. കാരണം നമ്മളൊരു കാര്യം അല്ലെ, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ആ ഒരു ടൈം ഇല്ല എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ഫോൺ ചെയ്യണ പോലെയാണ്. അയ്യോ എനിക്ക് ടൈം ഇല്ല, ഭയങ്കര ബിസിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, അവരുടെ ഇപ്പൊ എന്റെ അമ്മേനെയോ എനിക്ക് വിളിക്കാൻ ടൈം ഇല്ലാതെ ഇരിക്കാറില്ല. കാരണം നമ്മള് അത് ആവശ്യമാണ്, ഇറ്റ്സ് പ്രയോറിറ്റി. വേറെ ആരെങ്കിലും നമുക്കിങ്ങനെ ഒഴിവാക്കാനുണ്ടെങ്കിൽ അയ്യോ ഞാൻ ബിസി ആയി പോയി എന്ന് പറയും. അത് പ്രയോറിറ്റിയാണ്, അവർക്കത് വിളിക്കണമെന്നില്ലാത്ത കാരണം. അതേപോലെ തന്നെയാണ് നമ്മൾ ഈ ടൈം വിചാരിക്കുന്നത്. നമുക്കത് വേണമെന്നുണ്ടെങ്കിൽ നമ്മളത് ടൈം ഉണ്ടാക്കി ചെയ്തിരിക്കും, ഒരു 10 to 15 മിനിറ്റ്സ്, റൈറ്റ്? സോണിയ ഇപ്പൊ പറഞ്ഞപ്പോ തന്നെ ഞങ്ങൾക്ക് ഇടയ്ക്ക് ബിസിനസ് ഇങ്ങനെ കോൺഫറൻസും ഓരോ കാര്യങ്ങളുണ്ട്. അപ്പൊ ഈ കഴിഞ്ഞ കോൺഫറൻസ് ജൂണിലുണ്ടായിരുന്നതിൽ ഒരു ഫേമസ് ഓതറാണ്, അല്ലെങ്കിൽ ഫേമസ് റോബ് ഡാൽ എന്ന് പറഞ്ഞ ഒരാൾ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പൊ പുള്ളിയുടെ ഒരു ക്വസ്റ്റ്യൻ എന്നെ ഒത്തിരി സ്ട്രൈക്ക് ചെയ്താണ്. നിങ്ങള് പിള്ളേർക്ക് ഫുഡ് കൊടുക്കാൻ മറന്നു പോകാറുണ്ടോ? അതെ, ഒത്തിരി എന്നെ ഒത്തിരി സ്ട്രൈക്ക് ചെയ്ത്. ഞാൻ അപ്പൊ പറഞ്ഞു, നമ്മൾ ഒരിക്കലും മറന്നു പോകത്തില്ല, നമ്മുടെ സ്വന്തം പിള്ളേർക്ക് ഫുഡ് കൊടുക്കാൻ മറന്നു പോകത്തില്ല. അതേ ഒരു ആറ്റിറ്റ്യൂഡില് നമ്മൾ ഒരു കാര്യം ചെയ്താലുണ്ടല്ലോ, ഓഫ് കോഴ്സ് യു വിൽ ബി സക്സസ്ഫുൾ. അതെ, എക്സാക്ട്ലി. അതിപ്പോ ഏത് കാര്യമാണെങ്കിലും നമുക്കത് വേണമെന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്തിരിക്കും. അത് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്ന പോലെ ഇരിക്കും. സോ ടൈം ഇല്ല എന്ന് പറയുന്നത് ജസ്റ്റ് an excuse. സോ അതിന്റെ ഇടയിൽ അമ്മി പറയുന്നുണ്ടായിരുന്നു സോഷ്യൽ മീഡിയ നമ്മൾ സ്ക്രോൾ ചെയ്യുന്നിരിക്കുന്ന ടൈം. സോ എല്ലാവരും അത് കണക്ട് ചെയ്യാറുണ്ട്. ഈ സോഷ്യൽ മീഡിയയിൽ ഞാനില്ല, ഇല്ലെങ്കിൽ എനിക്ക് സോഷ്യൽ മീഡിയ എനിക്ക് ഒട്ടും താല്പര്യമില്ല, ഇങ്ങനെ വീഡിയോ ചെയ്യണോ, ലൈവ് ചെയ്യണോ, സോ സോഷ്യൽ മീഡിയ പേഴ്സണേ അല്ല എന്ന് പറയുന്നവരോട് എനിക്ക് എന്താ പറയാനുള്ളത്? എമി ഒരു സോഷ്യൽ മീഡിയ പേഴ്സൺ ആയിരുന്നു? ഞാൻ സോഷ്യൽ മീഡിയ പേഴ്സൺ അല്ലായിരുന്നു. അപ്പോൾ അതാണ് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്. ഞാൻ ബിസിനസ്സിൽ ഇപ്പൊ ജാനുവരി ആകുമ്പോൾ 3 years ആവുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പം ആദ്യത്തെ ഒരു വർഷം ആരും ഈ ബിസിനസ്സിൽ എന്നെ സോഷ്യൽ മീഡിയ കണ്ടിട്ടില്ല. പക്ഷെ എന്റെ ബിസിനസ് സ്റ്റിൽ ഗ്രോയിങ് ആയിരുന്നു. ഞാൻ ലേൺ ചെയ്യുന്നുണ്ടായിരുന്നു ഓരോ കാര്യങ്ങള്, ബിസിനസ്സിൽ നിന്ന് ഏർണിങ്സ് വരുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ചൂസ് ചെയ്തു എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഞാൻ കംഫർട്ടബിൾ അല്ലാന്ന്. ഞാൻ കംഫർട്ടബിൾ അല്ലാന്ന് അങ്ങനെ വേർഡ് ചെയ്യാനാണ് എനിക്ക് താല്പര്യം. കാര്യം ഞാൻ ഓർത്തു, നമ്മൾ ഉറപ്പായിട്ടും നിങ്ങളൊരു പുതിയ സോഷ്യൽ മീഡിയ മാർക്കറ്റിലേക്ക് വരുമ്പോഴത്തേനും എല്ലാവർക്കും കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇതെന്താ തട്ടിപ്പേരാണോ, സ്കാം ആണോ? ഈ നമ്മൾക്കുള്ളേക്കാളും ക്വസ്റ്റ്യൻസ് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർക്ക് ഉണ്ടാവേ. അപ്പൊ അവര് നമ്മളെ ആക്ച്വലി കളിയാക്കും ചിലപ്പോ, നീ എപ്പോഴും ഇതിൻ്റെ അകത്തുണ്ടല്ലോ. അപ്പൊ ദാറ്റ് ലിറ്റിൽ തിങ്സ് നമ്മളെ ആക്ച്വലി പുട്ട് ഡൗൺ ചെയ്യും ഇനീഷ്യലി. അപ്പൊ ഞാൻ ചൂസ് ചെയ്തു, ഞാൻ എന്റെ ഫേസോ അല്ലെങ്കിൽ ഒന്നും ഞാൻ സോഷ്യൽ മീഡിയ കാണിക്കില്ല എന്ന്. പക്ഷെ നമ്മൾ കാര്യങ്ങൾ നമ്മൾ കാണും, നമ്മുടെ ബിസിനസ് കമ്മ്യൂണിറ്റിയിലെ എല്ലാ ആൾക്കാരുടെയും ഗ്രോത്ത് നമുക്ക് കാണാവേ. അപ്പോൾ ഓരോരുത്തരുടെ ലിറ്റിൽ ചേഞ്ചസ് കാണുമ്പോഴത്തേനുമാണ് നമ്മൾ ആ ഫിയർ, സോഷ്യൽ മീഡിയ പറയണ ശരിക്കും പറഞ്ഞാല് വിചാരിക്കുന്ന അത്രയും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാം നമ്മൾക്ക് അക്സസിബിൾ ആണ്. കുറെ സെക്യൂർ ടിപ്സ് ഉണ്ട് നമ്മളുടെ സോഷ്യൽ മീഡിയയിൽ. നമ്മുടെ പേജ് സെക്യൂർ ആക്കാൻ, നമ്മുടെ ഇമേജസ് സെക്യൂർ ആക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ AI ഇത്രയും ഇമ്പ്രൂവ് ആയേക്കണ സമയത്തേക്ക് ആരും സോഷ്യൽ മീഡിയ പേടിക്കേണ്ട കാര്യമില്ല. കാര്യം ഈവൻ നമ്മളെ ഫേക്ക് എന്നെ ഉണ്ടാക്കി ആർക്ക് വേണേലും പ്രൊമോട്ട് ചെയ്യാം. സത്യമായിട്ടും അതിലേക്ക് അറിയുന്ന ആൾക്കാർക്കേ മനസ്സിലാവുള്ളൂ. അപ്പം ഈ സോഷ്യൽ മീഡിയ പേഴ്സൺ അല്ലാത്ത ഞാൻ
പിന്നെ എങ്ങനെ ഇപ്പോഴും സോഷ്യൽ മീഡിയ പേഴ്സൺ ആണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെ പറയണം. കാര്യം ബിസിനസ് വർക്ക് ആവുന്നുണ്ട്, എന്നാൽ അല്ലാണ്ട് ഞാൻ ആ സമയങ്ങളിൽ എൻ്റെ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഒത്തിരി ചിലവാക്കാറില്ല. നമ്മൾ പഠിക്കും, അട്രാക്ഷൻ മാർക്കറ്റിംഗ് നമ്മൾ പഠിക്കും ബിസിനസ്സിലേക്ക് വന്നാൽ. എങ്ങനെ പല സോഷ്യൽ മീഡിയ കൂടെ നമ്മുടെ ബിസിനസ് പ്രൊമോട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ പഠിക്കും. പക്ഷേ ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് എന്താണെന്നറിയണ്ടോ? നമ്മളുടെ ആ ഒരു ഇന്നർ ആയിട്ടുള്ള ആഗ്രഹം, നമ്മളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് നമ്മളുടെ സമയം നമ്മൾക്ക് വേണം. അല്ലെ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യണം, നിങ്ങൾക്ക് ഏർലി റിട്ടയർമെന്റ് ആവണം, അല്ലെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്നെ കാണണം എപ്പോഴും. ഈ ഒരു ഇന്നർ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ഒത്തിരി സേഫ് ആയിട്ട് ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു ബിസിനസ്സാണ് ഇത്. സോഷ്യൽ മീഡിയ കൂടെ നമ്മൾ ആൾക്കാരെ ആരെയും അങ്ങോട്ടും ചെന്നിട്ട് തിരിച്ചിങ്ങോട്ടേക്ക് കൊണ്ടുവരാനൊന്നും നോക്കുന്നില്ല. നിങ്ങളുടേതായ ഓൺ സമയത്ത് നിങ്ങൾ ലോഞ്ച് ചെയ്യുന്നു. ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത് ബിസിനസ് അവർക്ക് സ്റ്റാർട്ടപ്പ് ചെയ്യാനായിട്ട്. അപ്പൊ അതിന് നമ്മൾ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. അതിനുള്ള എല്ലാ ട്രെയിനിങ്സും, കാര്യം ഇപ്പോൾ ഈവൻ ഫേസ്ബുക്ക് അക്കൗണ്ട് ഇല്ലാത്തവർക്ക്, ഇൻസ്റ്റാഗ്രാം ഇല്ലാത്തവർക്ക്, യൂട്യൂബ് ഇല്ലാത്തവർക്ക്, അത് പല എല്ലാ ഒരു 7 ടൈപ്പ് ഓഫ് സോഷ്യൽ മീഡിയ ഉണ്ടല്ലോ, അതിനുള്ള എല്ലാ ട്രെയിനിങ്ങും ഈ ബിസിനസ് കമ്മ്യൂണിറ്റി തരാറുണ്ട്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ പിക്ക് ചെയ്യുന്നു ഏത് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് ബിസിനസ് മാർക്കറ്റ് ചെയ്യണം. അപ്പം പിന്നെ ഇതും അല്ലാണ്ട് ഇപ്പൊ ആൾക്കാർ വിചാരിക്കും, എന്നാലും എനിക്ക് ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഞാൻ കംഫർട്ടബിൾ അല്ല, എന്റെ ഫേസ് കാണിക്കാൻ പറ്റൂല. അപ്പോൾ ഉറപ്പായിട്ടും ഫേസ്ലെസ് മാർക്കറ്റിംഗ്, അല്ലെ നിങ്ങളുടെ വോയിസ്, അല്ലെ നിങ്ങളുടെ ഓൺ ബ്രാൻഡ് വിത്തൗട്ട് നിങ്ങളെ കാണിക്കാണ്ട് തന്നെ അതെല്ലാം ചെയ്തിട്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ വേണ്ടത് എന്താണെന്നറിയാവോ? ഒരു കാര്യം ലേൺ ചെയ്യാനുള്ള ഒരു താല്പര്യം, അല്ലെ ആ ഒരു സന്നദ്ധത എന്ന് പറയത്തില്ലേ നമ്മള്, അത് മാത്രം മതി. അപ്പൊ സോഷ്യൽ മീഡിയ ഒക്കെ ഒരു പേടിക്കുന്ന സ്വപ്നം ആകണ്ട. പിന്നെ ഈ ആൾക്കാർ പറയും നമുക്ക് ഇത്ര ഫോളോവേഴ്സ് വേണം, അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടേതായ ഒരു, ചില ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം ഫേമസ് ആളോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലാളോ അങ്ങനെയൊന്നും നിങ്ങൾ ആവേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടേതായ ഓൺ സ്പേസിലിരുന്നുണ്ട് ഒരു കാര്യം ലേൺ ചെയ്ത് അത് ആൾക്കാർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ അത്രയും മാത്രം സ്കില്ല് മതി കേട്ടോ. അതെ എക്സാക്ട്ലി. ഞാനിപ്പോ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു സോഷ്യൽ മീഡിയ പേഴ്സൺ ആണ്. ഞാൻ കംപ്ലീറ്റ്ലി മീഡിയ പേഴ്സൺ ആയിരുന്നു, ഇപ്പോഴും ആണ്. സോ ആൾക്കാരെ തെറ്റിദ്ധരിക്കാറുണ്ട്, ഇപ്പം സോണിയനെ പോലെ ഫോളോവേഴ്സ് വേണോ, ആവശ്യമുണ്ടോ എന്നുള്ളത്. പക്ഷെ എന്റെ അവസ്ഥ എനിക്ക് മാത്രമേ അറിയുണ്ടായിരുന്നുള്ളൂ. കാരണം കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ഡാൻസും അഭിനയൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നെങ്കിലും ഒരു ബിസിനസ് എന്ന് പറയുന്നത് എനിക്ക് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ഒരു മേഖലയായിരുന്നു. എനിക്ക് അറിയില്ല എന്താണ് ബിസിനസ്സെന്നോ കാര്യങ്ങളെന്നോ. സോ അങ്ങനത്തെ ഒരു കാര്യം ഞാൻ സോഷ്യൽ മീഡിയ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് പറയാന്ന് പറയുന്നത് എനിക്ക് വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ്. ഒന്ന് നാട്ടിൽ പോയാൽ പോലും അത് സോഷ്യൽ മീഡിയയിൽ വരുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ഓക്കെ, സോണിയ ഇതാ നാട്ടിലെത്തി, ഇല്ലെങ്കിൽ സോണിയ ഇങ്ങനെ ചെയ്തു, അങ്ങനെ ഓൺലൈൻ മീഡിയാസ് ന്യൂസ് വരാറുണ്ട്. സോ അങ്ങനെയുള്ള ഒരാള് ഈ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ വളരെയേറെ ഞാനിങ്ങനെ കുറെ കോൺഷ്യസ് ആയിരിക്കണം. അയ്യോ ഇനി ആൾക്കാർ എന്ത് പറയും, അങ്ങനെ ഞാൻ ഭയങ്കര ഇതായിരുന്നു ആദ്യം. സോ ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ കുറച്ച് കാലത്തേക്ക് ഈ പറഞ്ഞ മാതിരി സോഷ്യൽ മീഡിയയിൽ ഇതിനെപ്പറ്റി ഞാൻ സംസാരിക്കാനോ, ആൾക്കാരെന്ത് പറയും, ആൾക്കാരെന്ത് വിചാരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ നിന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നെയാണ് വൺസ് നമ്മൾ ഈ ഒരു ബിസിനസ് എന്താണെന്നും നമുക്ക് ആ കോൺഫിഡൻസ്, ലൈക്ക് ദിസ് ഈസ് ദ ബെസ്റ്റ് ബിസിനസ് ഇൻ ദ വേൾഡ് എന്ന് നമുക്ക് സ്വയം തോന്നൂല്ലോ. അത് മേ ബി സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വൺസ് ഇതിലേക്ക് വന്ന് അതിന്റെ റിസൾട്ട് കിട്ടി, അതിന് എത്രമാത്രം നല്ല കാര്യമാണ് ഞാൻ ചെയ്യുന്നത്, ബാക്കിയുള്ളവർക്ക് എത്ര നല്ല കാര്യമാണ് ചെയ്യുന്നത്, എത്ര മാത്രം നല്ല റിസൾട്ട് ഓറിയന്റഡ് ആണ്, ആൻഡ് എത്ര നന്നായിട്ട് അത് എന്റെ കോൺഫിഡൻസ് ഓട്ടോമാറ്റിക്കലി കൂടിയപ്പോഴാണ് വൺസ് ഞാനിത് അഫ്കോഴ്സ് എനിക്ക് എന്തുകൊണ്ട് പറഞ്ഞുകൂടാ, ഞാൻ നല്ലൊരു കാര്യമാണല്ലോ പറയുന്നത്, ലീഗൽ ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ, ബാക്കിയുള്ളവർക്കും കൂടെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണല്ലോ, ആൻഡ് വാട്ട് ഐ എം ഡൂയിങ് ഈസ് ദ ബെസ്റ്റ് ബിസിനസ് ഇൻ ദ വേൾഡ് എന്നുള്ള ഒരു കോൺഫിഡൻസ് വന്നപ്പോഴാണ് അതിനെപ്പറ്റി പറയാനും. എനിക്കിപ്പം ഉറക്കത്തുനിന്ന് വിളിച്ച് ചോദിച്ചാലും പ്രൗഡ്ലി ഞാൻ എണീറ്റ് പറയും ഓക്കെ ഐ എം ഡൂയിങ് ദിസ് എന്നുള്ളത്. സോ ആ കോൺഫിഡൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയനെ ഫേസ് ചെയ്യാൻ ഒരു മടിയേ ഉണ്ടാവില്ല. കാരണം ആ സോഷ്യൽ മീഡിയ ത്രൂ നിങ്ങൾക്ക് ഒരു 4 ഡിജിറ്റ് അല്ലെങ്കിൽ 5 ഡിജിറ്റ് ഇൻകം കിട്ടുന്നുണ്ടെങ്കിൽ വൈ കാൺട്ട് യു? നമുക്ക് ആ സ്ക്രോൾ ചെയ്ത് കാണുന്ന ആ ടൈം മതി നിങ്ങൾക്ക് ചെയ്യാനായിട്ട്. ആ മൊബൈൽ നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. ആ മൊബൈൽ വെച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു വലിയൊരു ബിസിനസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ആൻ ഓപ്പർച്യൂണിറ്റി, റൈറ്റ്? സോ ആ ഒരു മൈൻഡ് സെറ്റ്, പെർഫെക്റ്റ് മൈൻഡ് സെറ്റിൽ ഇരിക്കുന്നവർക്ക് സോഷ്യൽ മീഡിയയിൽ വരുന്നതിനോ അത് ചെയ്യുന്നതിനോ ഒരു മടി ഉണ്ടാവില്ല. സോ ആ ഒരു മൈൻഡ് സെറ്റിൽ എത്തണമെങ്കിൽ ഈ ബിസിനസ് എന്താണെന്നും ആ ബിസിനസിനെ കുറിച്ചുള്ള ഒരു നല്ലൊരു ധാരണയും വേണം, റൈറ്റ്? സോ യാ, എനിക്കതാണ് പറയാനുണ്ടായിരുന്നത്. ആൻഡ് യെസ്, എമിയോട് ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, എങ്ങനെയുള്ളവരായിരിക്കും ഈ ഒരു ബിസിനസ് ചെയ്യാൻ
നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എല്ലാവർക്കും ഇപ്പം എല്ലാ ബിസിനസ്സും ചെയ്യാൻ പറ്റില്ല അല്ലെ. നമുക്ക് എല്ലാവരോടും പറയാൻ പറ്റില്ല ഓക്കെ ഇത് എന്തായാലും നിങ്ങൾക്ക് ചെയ്യാം എന്ന് പറയാൻ പറ്റില്ല. ഇത് ഡിപ്പെൻഡ്സ് ഓൺ ദ പീപ്പിൾ. സോ എങ്ങനെയുള്ള ആൾക്കാരായിരിക്കും എമിയുടെ ഒരു ഇത് ചെയ്യേണ്ടത്, ഇല്ലെങ്കിൽ ചെയ്യാൻ നല്ലതായിരിക്കുക? ഒരു പുതിയ കാര്യം പഠിക്കാനായിട്ട് തയ്യാറുള്ള ആൾക്കാർ എന്ന് വെച്ചാൽ അതിൽ ക്വാളിഫിക്കേഷൻസ് വേണ്ട. നിങ്ങൾക്ക് ജോലി ഉണ്ടാവും, നിങ്ങൾ അല്ലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയിരിക്കും, പ്രൊഫഷണൽ ആയിരിക്കും, എന്തെങ്കിലും ആയിക്കോട്ടെ, അല്ലെ വീട്ടമ്മ, 18 years വേണം ഈ ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാനായിട്ട്. കാര്യം ലെജിറ്റിമേറ്റ് ആണ്. അപ്പം നമ്മൾ ടാക്സ് ഫയൽ ചെയ്യണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കണം. അപ്പം അതിന് 18 years ഏജ് മാർക്ക് ഉണ്ട്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ചെയ്ത് നിങ്ങളുടെ ഹോൾ ഹാർട്ടോടുകൂടെ ലേൺ ചെയ്ത് അത് അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് ഒരു കാര്യം സാധിക്കാനായിട്ടുള്ള ആ ഒരു ഇതുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആർക്കും വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അതിന് പ്രത്യേകിച്ച് സ്കില്ലൊന്നും വേണ്ട. അതാ ഞാൻ പറഞ്ഞ ഒരു ഭയങ്കര സിമ്പിളാണ് ഈ ബിസിനസ്സിൻ്റെ ട്രെയിനിങ്സ് എന്ന് വെച്ചാൽ. എല്ലാം വീഡിയോയിൽ കൂടെ എല്ലാം സൂപ്പർ സിമ്പിളായിട്ട് കാണിച്ചു തരും. അപ്പം അതുകൊണ്ട് നിങ്ങൾക്കായിട്ട് ആപാടൊരു കാര്യം ലേൺ ചെയ്യാനുള്ള സന്നദ്ധത അതുണ്ടെങ്കിൽ അത് മാത്രം മതി ബിസിനസ് ചെയ്യാനായിട്ട്. പിന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കണം. അത് ഞാൻ ബിസിനസ്സിലേക്ക് നമ്മളൊരു സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗിലേക്ക് വന്നു. നിങ്ങൾ ലേൺ ചെയ്തു, ഓക്കെ, ലേൺ ചെയ്തിട്ട് ഓക്കെ ചെയ്ത് പഠിച്ചു കഴിഞ്ഞു, ഇനി ഞാനൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടിരുന്നാൽ ഓഫ് കോഴ്സ് ഇതിൽ നിന്ന് ഏർണിങ്സ് വരാൻ പോകുന്നില്ല. നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ ബിസിനസ്സിൽ മുന്നോട്ട് കൊണ്ടുപോകണം. പിന്നെ നിങ്ങളുടേതായ സോഷ്യൽ മീഡിയ ആവുമ്പോഴത്തേനും അതിലെപ്പോഴും അക്കൗണ്ടബിൾ ആയിട്ട് നിൽക്കണം. ഇപ്പോൾ നമ്മളിപ്പോൾ അഡൾട്ട്സ് ആണ്, എല്ലാവരും അഡൾട്ട്സ് ആയിട്ടാണ് ബിസിനസ്സിലേക്ക് വരുന്നത്. അപ്പോൾ ഒരു കാര്യം സ്കില്ല് ലേൺ ചെയ്ത് അത് മുന്നോട്ട് കൊണ്ടുപോയി അത് നിങ്ങൾക്കായിട്ട് ദിവസം എവറി ഡേയിൽ യൂസ്ഫുൾ ആയിട്ട്, ഇപ്പോൾ നമ്മൾ രാവിലെ എണീറ്റ് ബ്രഷ് തേക്കുന്ന പോലെ പല്ലിന് ബ്രഷ് ചെയ്യത്തില്ല, അതുപോലെ തന്നെ ആ കാര്യം ചെയ്യാനായിട്ട് തയ്യാറാണെങ്കിൽ ഞങ്ങൾ ഉറപ്പ് പറയാം, നിങ്ങളുടെ ഏർണിങ്സിനേക്കാളും ഒത്തിരി ഗ്രോത്ത് നിങ്ങൾക്കുണ്ടാകും ഫ്യൂച്ചറിലേക്ക്. പിന്നെ പാസീവായിട്ടുള്ള ഒരു വരുമാന മാർഗം, ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കുക. എങ്ങനെയാണ് ഈ പാസീവായിട്ടുള്ള ഇൻകം ഉണ്ടാകുക, എങ്ങനെയാണ് ഈ ബിസിനസ് നിങ്ങളുടെ ഒരു റിട്ടയർമെന്റ് പ്ലാൻ ആകുക, എങ്ങനെയാണ് നമുക്കൊരു ഫിക്സഡ് ആയിട്ടൊരു എമൗണ്ട് കിട്ടുക, ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു ഈ പല സ്റ്റേജിൽ കൂടെ തന്നെ ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യണതിന് പിന്നെ മനസ്സിലാക്കാം എന്തൊരു ഏർണിംഗ് പൊട്ടൻഷ്യൽ ഉണ്ടെന്ന്. പക്ഷെ ഈ ഏർണിംഗ് പൊട്ടൻഷ്യലൊക്കെ ഉണ്ടായിട്ട് ബിസിനസ്സിലേക്ക് വന്നു. അപ്പൊ ഞാനിപ്പോ പറയട്ടെ, എന്നോട് ചോദിച്ചോടാറ്, ഞാനിപ്പോ ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്ത സമയത്ത് എന്റെ കൊളീഗ്, എന്റെ ഒരു ഫ്രണ്ട് എന്നോട് ചോദിച്ചു, നിങ്ങൾ മറ്റവരെ പോലെ അവർ സ്റ്റാർട്ടപ്പ് ചെയ്തിട്ട് മുന്നോട്ട് പോകാത്ത ആൾക്കാരാണോ? അപ്പൊ ഞാൻ പറയില്ല, ഇത് നിങ്ങൾ തുടങ്ങി അതിലേക്ക് ആ ഒരു എന്തൊക്കെ സ്ട്രഗിൾസ് വന്നാലും അതിന് സപ്പോർട്ടുണ്ട്, ഹെൽപ്പുണ്ട്. പക്ഷേ അത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനുള്ള തയ്യാറുള്ള എല്ലാ ആൾക്കാർക്കും ഉറപ്പായിട്ടും കൊണ്ടുപോകാം. അപ്പൊ അതിന് പ്രത്യേകിച്ച് സ്കിൽസ് ഒന്നും വേണ്ട. ഒരു പുതിയ കാര്യം ലേൺ ചെയ്യാനുള്ള സന്നദ്ധത, അത് മാത്രം മതി കേട്ടോ. ഓക്കെ, താങ്ക് യു. സോ എനിക്ക് ലാസ്റ്റ് ആയിട്ട് എന്തെങ്കിലും അഡ്വൈസ് കൊടുക്കാനുണ്ടോ, എന്തെങ്കിലും പറയാനുണ്ടോ ഓഡിയൻസിന്? ഉറപ്പായിട്ടും അഡ്വൈസ് ഉണ്ട്. അഡ്വൈസ് കൊടുക്കാനായിട്ട് ഞാൻ വലിയ കെമിയൊന്നുമല്ല. പക്ഷെ എന്റെ അഡ്വൈസ് എന്താ വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് പണ്ടേ അറിയാമായിരുന്നു. കാര്യം എന്റെ രണ്ടാമത്തെ മോൻ ഇപ്പൊ 7 years ആയി. അവൻ ബേബി ആയിരുന്ന സമയത്ത് ഞാൻ കണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പക്ഷെ ഞാൻ മുന്നോട്ട് പോയി നോക്കിയില്ല. കാര്യം അപ്പൊ എന്റെ മൈൻഡ് സെറ്റ് എന്ന് വെച്ചാൽ ഐ ഡോണ്ട് നീഡ് ദിസ് അങ്ങനെ ഒരു. പക്ഷേ ഞാൻ അത് 4 വർഷം കഴിഞ്ഞപ്പോൾ അത് കണ്ട് ആദ്യത്തെ ഇനിഷ്യൽ കണ്ട് ഞാൻ മുന്നോട്ട് പോവാണ്ട് വെറുതെ ഇരുന്നു. ഒരു 4 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ഇതിലേക്ക് മുന്നേക്ക് നോക്കുന്ന കാര്യം. അപ്പൊ ഞാൻ കോവിഡ് ത്രൂവിൽ വർക്ക് ചെയ്തു, മോളുടെ 2nd birthday സ്കിപ്പായി, ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേനും. അപ്പോ ഇങ്ങനെ നോക്കിയിരിക്കുന്ന ആൾക്കാരോട് ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് ആ ഒരു കറേജ് എടുക്കുക, മുന്നോട്ട് പോയി നോക്കുക, ഈ ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോ ഞാൻ ഒത്തിരി റിഗ്രറ്റ് ചെയ്യുന്ന കാര്യമാണ്, ഞാനൊരു 4-5 years ഞാൻ വെറുതെ കളഞ്ഞു, വെറുതെ നോക്കിയിരുന്നു, മുന്നോട്ടേക്ക് സ്റ്റെപ്പ് എടുക്കാണ്ടിരുന്നുള്ളത്. അപ്പോൾ ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുക, ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാക്കുക, എന്നിട്ട് എങ്ങനെ കൊണ്ടുപോകാന്ന്. അപ്പൊ അതാണ് എനിക്ക് പറയാനുള്ള അഡ്വൈസ്, മെയിൻ ആയിട്ടുള്ള അഡ്വൈസ്. എല്ലാവരും ഇങ്ങനെ ഇരിക്കും, എന്നിട്ട് പറയും, നമ്മളുടെ മൈൻഡ് പറയുന്നത് എന്താ, എനിക്കുള്ളതല്ല ഇത്, മേ ബി ഇപ്പൊ സോണിക്ക് ചെയ്യാൻ പറ്റും, അമ്മയ്ക്ക് ചെയ്യാൻ പറ്റും. കാര്യം നിങ്ങൾ സോഷ്യൽ മീഡിയ പേഴ്സൺസ് ആണ്, ഞാൻ ഒരിക്കലും അല്ലായിരുന്നു. അല്ലെ നിങ്ങൾക്ക് ആൾക്കാരോട് സംസാരിക്കാൻ കഴിവുണ്ട്, അതിപ്പോഴും എനിക്കില്ല. പല പല തിങ്കിങ് ആണ്, അത് നമ്മളെ പുറകോട്ട് വലിക്കുന്ന നമ്മുടെ ഓരോ തോട്ട്സ് ആണത്. അതൊന്നും അല്ലാണ്ട് മുന്നോട്ടേക്ക് പോയി നോക്കുക, അത് മാത്രം എനിക്ക് പറയാനുള്ളത്. വെറുതെ നാളെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത്, അത് നമ്മുടെ ഫ്യൂച്ചർ ഡ്രീംസ് ഡിലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Exactly. Thank you so much, Amy. It's a really valuable one. ഇത് എന്റെ പെർഫെക്റ്റ് ടൈം വരട്ടെ, ഇനി ആ ടൈം വന്നാൽ ചെയ്യാം എന്ന് വിചാരിക്കാതെ ആ പെർഫെക്റ്റ് ടൈം നിങ്ങൾ തന്നെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അത് പിന്നെന്ന് വെച്ചാൽ അത് ചിലപ്പം നടക്കണം എന്ന് പോലും ഇല്ല, ഇപ്പോഴത്തെ സിറ്റുവേഷൻ ആവില്ല. സോ എപ്പോഴാണോ നിങ്ങൾക്ക് തോന്നുന്നത്
അപ്പം ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പെങ്കിലും എടുക്കുക, എന്നിട്ട് നോക്കുക ഇത് നിങ്ങൾക്ക് ഉള്ളതാണോ അല്ലയോ, ഉള്ളതാണെങ്കിൽ മാത്രം മുന്നോട്ട് പോവുക, അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇറ്റ്സ് എ പീസ് ഓഫ് ഇൻഫർമേഷൻ, റൈറ്റ്? സോ അത്രമാത്രമാണ്. അപ്പൊ നമുക്ക് ഇനിയും കാണാം. താങ്ക് യു സോ മച്ച് എമി. അപ്പം ഇനിയും കാണാം. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ. ബൈ.